തന്നെ തോളിലിട്ട് വളർത്തിയ തൻ്റെ ഉമ്മയെ ഈ വയ്യാത്ത കാലത്ത് സ്വന്തം തോളിലേറ്റ് പുണ്യഭൂമിയെ വലം വെക്കുന്ന കാഴ്ച. തോളിലിരുന്നും തൻ്റെ മകൻ്റെ വിയർപ്പ് തുള്ളികൾ തുടച്ചു കൊടുക്കുന്നൊരു ഉമ്മയും. എന്തൊരു കാഴ്ചയാണിത്! ഇങ്ങനെ എത്രയെത്ര കാഴ്ചകൾ. കേട്ടുവളർന്ന പുണ്യഭൂമിയിലെത്താൻ ആ 42 പേരും എത്രമാത്രം കൊതിച്ചിട്ടുണ്ടായിരിക്കും. ആ 42 പേരുടെ കുടുംബവും എത്രമാത്രം സന്തോഷത്തോടെയും നിറകണ്ണുകളോടെയുമായിരിക്കും അവരെ നാട്ടിൽ നിന്നും യാത്രയാക്കിയിട്ടുണ്ടാവുക. മക്കയിലെ ഉംറ നിർവഹണം കഴിഞ്ഞ് മദീനയുടെ ചാരത്തെത്തുന്നതിന് തൊട്ടു മുന്നേ ടാങ്കറുമായി കൂട്ടിയിടിച്ച ആ ബസ് ഒരു തീജ്വാലയായി മാറുമ്പോൾ ഉറക്കിലാണ്ട് പോയ പിഞ്ചു മക്കളടക്കമുള്ള 42 പേര് എങ്ങനെയായിരിക്കും അതിനെ നേരിട്ടിട്ടുണ്ടാവുക? സൗദിയുടെ മണ്ണിൽ ഉംറ നിർവഹിക്കാൻ പോയി ആക്സിഡന്റിൽപ്പെട്ട് ജീവൻ പൊലിഞ്ഞ ഹൈദരാബാദിലെ 42 ആളുകളും ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. റോഡിൽ ജീവൻ പൊലിഞ്ഞ ആ 42 പേർക്കും കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ.